Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു സെറ്റ് കമ്മലും മാലയും ബ്രേസ്ലെറ്റും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് സൈസിലുള്ളതാണ്. കുറച്ച് വലിയ സൈസ് അതൊരു 6 mm വരുന്നതും പിന്നെ 4 mm വരുന്ന സൈസുള്ള വൈറ്റ് കളർ മുത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജംപ്രിങ് അതിനുള്ളൊരു ഹുക്കും പ്ലെയിൻ ചെയിനും പിന്നെ ഇതുപോലെയുള്ള ഹെഡ് പിന്നുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കട്ടറും പ്ലെയറും ആണ്. കട്ട് ചെയ്യാൻ സിസേഴ്സ് ആയാലും മതി. പിന്നെ പ്ലെയിൻ ചെയിൻ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരവരുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ബ്രേസ്ലെറ്റിൻ്റെ അളവ് കണക്കാക്കിയിട്ട് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ച് നോക്കിയിട്ട് എടുത്ത ലെങ്ത്താണ്. അതാണ് ലെങ്ത്ത് കറക്റ്റ് ഇത്രയെന്ന് ഞാൻ പറയാത്തത്. പിന്നെ ഹെഡ് പിന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഹെഡ് പിന്ന് രണ്ട് ഭാഗത്തും ചെറിയൊരു ബോളുള്ള ടൈപ്പുള്ള ഹെഡ് പിന്നാണ്. അപ്പോൾ നമ്മളിതെങ്ങനെ നടുവിൽ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാങ്ങിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒറ്റ പീസായിട്ടായിരിക്കും കിട്ടുക. അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോർത്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ മുത്ത്, അതായത് 4 mm സൈസ് വരുന്ന മുത്തെടുക്കുക. അതിലോട്ട് ഇത് കോർത്തിട്ട് ഈ ചെയിനിലാണ് നമ്മൾ കോർക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ചെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യുക. പക്ഷേ ഇതുപോലെ ഹോളുള്ള ടൈപ്പ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഹുക്ക് കോർക്കാനുള്ള ജംപ്രിങ് കോർക്കാനുള്ളൊരു ഗ്യാപ്പ് അതൊരു 3-4 കണ്ണി വിട്ടിട്ട് നമുക്ക് ആദ്യത്തെ മുത്ത് കോർക്കാം. അപ്പോൾ കണ്ണീൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വളച്ചെടുത്ത് മുത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ ഹെഡ് പിന്നിൽ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ ഒരു 3-4 ചുറ്റിയ ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു മുത്ത് ഇവിടെ കോർത്തു. ഇതേപോലെ തന്നെയാണ് നമ്മളിനി രണ്ടാമത്തെ മുത്ത്, മൂന്നാമത്തെ മുത്ത്, അതായത് 4 mm സൈസ് വരുന്ന 3 മുത്താണ് നമ്മളിവിടെ കോർക്കുന്നത്. അപ്പോൾ ഒരു മുത്ത് കോർത്ത് 3 കണ്ണി ഗ്യാപ്പ് വിട്ടിട്ടാണ് നെക്സ്റ്റ് മുത്ത് കോർക്കുന്നത്. നമ്മൾ മുത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് കൂടുതൽ വിടണം, എങ്കിലും മുത്ത് പരസ്പരം മുട്ടാതെ ഇരിക്കുകയുള്ളൂ. അല്ല ഇനി അടുത്തടുത്ത് കോർക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് അതും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിപ്പം നമ്മൾ അങ്ങനെയല്ല, കറക്റ്റായിട്ട് ഒരേ ലെയറിൽ മുത്തുകൾ ഒരുപോലെ നിൽക്കുന്ന പോലെയാണ് കോർക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഒരു മുത്ത് കോർത്ത് 3 കണ്ണി വിട്ടിട്ടാണ് ഞാൻ അടുത്ത മുത്ത് കോർക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ നമ്മൾ കോർത്തു. ഈ മുത്തിൻ്റെ മേലെ നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്ത് വെക്കുക. കൈകൊണ്ട് ചുറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 ചുറ്റിയ ശേഷം ബാക്കി പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റിയാലും മതി. അങ്ങനെ മുഴുവനായിട്ട് ചുറ്റുകയാണെങ്കിൽ ചുറ്റിയിട്ട് അത് ലാസ്റ്റ് പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ലെങ്ത്ത് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ 2 മുത്ത് കോർത്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു 4 mm സൈസ് വരുന്ന മുത്ത് കൂടി കോർക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് 6 mm സൈസ് വരുന്ന ഒരു മുത്താണ് കോർക്കുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ മുത്തും ഇതുപോലെ 3 കണ്ണി വിട്ടിട്ട് കോർക്കുക. കോർത്ത് കഴിഞ്ഞാൽ വലിയൊരു മുത്ത് കോർത്ത് ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഡിസൈനും ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ കോർക്കുന്നത്. 3 ചെറിയ മുത്ത് പിന്നെ ഒരു വലിയ മുത്ത്, അങ്ങനെയാണ്. ഇപ്പോൾ ഈ വൈറ്റ് കളർ ബീഡ്സിന് പകരം നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള ചെറിയ മുത്തുകൾ അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള വലിയ മുത്തുകൾ എങ്ങനെ വേണമെങ്കിലും കോർക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ വൈറ്റ് കളർ മുത്തിൻ്റെ ഒപ്പം തന്നെ ഗോൾഡൻ കളർ മുത്തും മിക്സ് ആക്കിയിട്ട് കോർത്താലും നന്നായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 3 മുത്ത് കോർത്തു. ഇനി നമ്മൾ കോർക്കാൻ പോകുന്നത് വലിയ മുത്താണ്. അപ്പോൾ ഈ സൈസ് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ നമുക്ക് 3 കണ്ണി അവിടെ ഗ്യാപ്പ് വിട്ടാൽ പോരാ. അപ്പോൾ ഈ ചെറിയ മുത്തായിട്ട് മുട്ടാതിരിക്കണമെങ്കിൽ നമ്മളൊരു 5 കണ്ണിയെങ്കിലും, അതായത് 4-5 കണ്ണി നോക്കിയിട്ട് വിട്ടിട്ട് അത്രയും അകലം നോക്കിയിട്ട് കോർത്താൽ മതി. അപ്പോൾ അത് കോർത്ത ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ 3 മുത്താണ് നെക്സ്റ്റ് കോർക്കുന്നത്. അപ്പോൾ 3 മുത്ത് കോർത്തു, ഒരു വലിയ മുത്ത് കോർക്കുക, വീണ്ടും അത് കഴിഞ്ഞിട്ട് 3 മുത്ത് കോർക്കുക, വീണ്ടും നമ്മളൊരു 6 mm വരുന്ന വലിയ മുത്ത് കോർക്കുക, വീണ്ടും ചെറിയ 3 മുത്ത് കോർക്കുക. ഈ ഒരു ഓർഡറിലാണ് കോർക്കുന്നത്. ഇതേ ഓർഡർ വേണമെങ്കിൽ 2 ചെറിയ മുത്ത് ഒരു വലിയ മുത്ത് അങ്ങനെ എല്ലാം കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം ഇതുപോലെ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 അറ്റത്തും ഓരോ ജംപ്രിങ് ആണ് കോർക്കേണ്ടത്. ഹുക്ക് കോർക്കാനുള്ള ജംപ്രിങ് 2 ഭാഗത്തും കോർക്കാം. അതിനുശേഷം ഈ ഹുക്ക് നമുക്ക് അതിലോട്ട് കോർത്താൽ മതി. അപ്പോൾ ജംപ്രിങ് എടുക്കുക, അതൊന്ന് അകത്ത് ശേഷം ഏറ്റവും അറ്റത്ത് വരുന്ന കണ്ണിയിൽ കോർക്കുക, എന്നിട്ട് ജംപ്രിങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ജംപ്രിങ് അകത്തി കോർത്ത ശേഷം അത് ക്ലോസ് ചെയ്താൽ മതി. കൈകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതെ നന്നായിട്ട് ചേർന്നിരിക്കുന്ന പോലെ തന്നെ ക്ലോസ് ചെയ്യണം. അപ്പോൾ കൈകൊണ്ട് പറ്റിയില്ലെങ്കിൽ പ്ലെയർ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് കറക്റ്റാക്കി വെക്കുക. പിന്നെ നമുക്ക് ഹുക്ക് അതേപോലെ തന്നെ ഇതിലോട്ട് കോർക്കാം. ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ജംപ്രിങ് കോർത്തിട്ട് യൂസ് ചെയ്യുന്ന കാരണം ഏത് ടൈപ്പ് ഹുക്കാണെങ്കിലും അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ജംപ്രിങ്ങിൽ കോർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു ഡിസൈൻ മാല. അപ്പോൾ മാലയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കോർക്കുന്നൊന്നും കാണിക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് കോർക്കുന്നത്. അപ്പോൾ ഈ ബ്രേസ്ലെറ്റിൽ തന്നെ ഞാനിവിടെ ചെയിൻ കണക്ട് ചെയ്തതാണ് ഇവിടെ ബാക്കിൽ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് കോർക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയിൻ
എക്സ്ട്രാ കുറച്ച് എടുത്തിട്ട് ബാക്കിൽ കണക്ട് ചെയ്തിട്ട് സെയിം ഹുക്കും ജംപറിങ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ണി എങ്ങനെയാ പറഞ്ഞാൽ ഓരോ കണ്ണിയായിട്ട് നമുക്ക് അകത്തിയിട്ട് ഊരിയെടുക്കാനും അതുപോലെ തന്നെ ചേർത്ത് ലെങ്ത്ത് കൂട്ടാനും പറ്റും. അപ്പോൾ ഈ ചെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മാലയും നമുക്കിങ്ങനെ റെഡിയാക്കി എടുത്ത് കാണിച്ചാണ്. പിന്നെ കമ്മലും ഇതേപോലെ തന്നെ നമുക്ക് കമ്മലിൻ്റെ ലെങ്ത്ത് എത്ര വേണോ അത്ര ചെയിൻ എടുത്ത് അതിലിതുപോലെ മുത്ത് കോർത്ത ശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്ന കണ്ണിൽ ഇതുപോലെ ഹുക്ക് കോർക്കുക. ഹുക്കിൻ്റെ ഈ കണ്ണി ഉണ്ടല്ലോ അതൊന്ന് അകത്തിയ ശേഷം ഇതിൽ കോർത്തിട്ട് ഇതേപോലെ തന്നെ കണ്ണിയെല്ലാം നന്നായി ക്ലോസ് ചെയ്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലും റെഡിയായി. ഇത്രയേ ഉള്ളൂ. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതേപോലെ പാദസരം വേണമെങ്കിൽ ചെയ്തെടുക്കാം. ചെറിയ മുത്തുകൾ മാത്രം കോർത്തിട്ട് നമുക്കിതുപോലെ പാദസരത്തിൻ്റെ ഡിസൈനും ചെയ്യാം. അപ്പോൾ അടിപൊളി കമ്മലും മാലയും ബ്രേസ്ലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് അത് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.